ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ചെടിയാണ് അല്ലേ, ലോറ പെറ്റാലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള ചെടി. ചൈനീസ് ഫ്രഞ്ച് ഫ്ലവേഴ്സ്, ചൈനീസ് ഫ്രഞ്ച് ബുഷ് പ്ലാന്റ്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ചൈന പിങ്ക്, ഇന്ത്യൻ പിങ്ക്, റെഡ് ചൈനീസ് ഫ്രഞ്ച് ഫ്ലവേഴ്സ്, റെയിൻബോ പിങ്ക്, ഒരുപാട് പേരുകളുണ്ട്. ശരിക്കും മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. നല്ല ബുഷായിട്ട് ഷ്രബായിട്ട് വളർത്താൻ പറ്റുന്ന. അതിൻ്റെ പൂക്കൾക്കാണ് പ്രത്യേകത. എന്താ വെച്ചാൽ ഒരു ബർഗണ്ടി ടൈപ്പ് കളറാണ് അതിൻ്റെ ലീവ്സ്. ഇടയ്ക്ക് ഒരു ഗ്രീൻ, ഒരു നല്ല ഡീപ്പ് പേർപ്പിൾ ഫോളിയേജാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ശരിക്കും പൂക്കളുടെ ഇലകളുടെയൊക്കെ, പച്ച ഇലകളുടെയൊക്കെ ഇടയിൽ ഈ ഒരു ചെടി, 2 ചെടികളുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ ഒരു ചെടി കൊണ്ടുവച്ചാൽ തന്നെ ഭയങ്കര ഒരു കോൺട്രാസ്റ്റാണ്. അതിൻ്റെ ലീവ്സ് ഒരു ഗ്ലോസി ഫിനിഷാണ്. ശരിക്കും 2 കളേഴ്സ് ലീഫിൽ കാണുന്നുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ ലൈറ്റാണ് അതങ്ങനെ മാറിയിരിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ കണ്ടോ, അതേ സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞപ്പം അതിൻ്റെ ലൈറ്റിൻ്റെ ഇതിന് അനുസരിച്ചിട്ട് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ചെടിയുടെ പൂക്കൾക്കാണ് ഭയങ്കര പ്രത്യേകത അല്ലേ. അപ്പം ശരിക്കും മേടിക്കുമ്പോൾ എനിക്ക് ഇത്ര പൂക്കൾ ഇടുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ കളർ കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. അവർ പറഞ്ഞു പൂക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോഴും പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മരം പോലെ ഇങ്ങനെ വളർന്ന് നിൽക്കുക എന്നല്ലാണ്ട് ഫ്ലവർ വരുന്നേ ഇല്ല. അപ്പം ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത്രയും മനോഹരമായിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു പിങ്ക് ഫ്ലവേഴ്സ് ഇതിനുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് പ്രൂണൊക്കെ ചെയ്യുകയാണ് കേട്ടോ. പ്രൂൺ ചെയ്ത് നന്നായിട്ട് നല്ല രീതിക്ക് പ്രൂൺ ചെയ്ത് അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നല്ല ബുഷായിട്ട് തന്നെ നല്ല ഡീപ്പായിട്ട് തന്നെ പ്രൂൺ ചെയ്തു കേട്ടോ. വളങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ശേഷം എനിക്ക് പൂ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിക്കാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2-3 ചട്ടിയിലൊക്കെ അവിടെയൊക്കെ കുത്തിയിട്ടു. ഇത് വലിയൊരു കമ്പ് കുത്തിയിട്ടാണ് ഇത് ശരിക്കും പിടിച്ചു കേട്ടോ. അതുപോലെ തന്നെ വളരെ കുഞ്ഞ് കമ്പ് കുത്തിയിട്ടതും പിടിച്ചു. മഴക്കാലത്ത് ഇപ്പം നല്ല സമയമാണ് നിങ്ങൾക്കിത് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ മഴയത്തൊന്ന് മണലിൽ കുത്തി പിടിപ്പിച്ചാൽ മതി കേട്ടോ. വേഗം തന്നെ പിടിച്ചു കിട്ടും. ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ചട്ടിയിൽ നിന്ന് എടുക്കാൻ പോലും പറ്റുന്നില്ല. ചെറിയ തൈയും പിടിപ്പിച്ചത് ഞാൻ എൻ്റെ വല്യമ്മയ്ക്ക് ഒരു തൈ കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്തതിൻ്റെ ശേഷം കണ്ടോ നല്ല രീതിക്ക് അതിൻ്റെ ഫ്ലവർ വന്ന് തുടങ്ങി. ഭയങ്കര ഹാപ്പിയായി. ഒരിക്കലും പൂവിടാത്ത ഒരു ചെടിയായിരുന്നു, അത് പൂവിട്ട് തുടങ്ങി. അപ്പോൾ അത് ശരിക്കും പറയാച്ചാൽ നല്ല വെയിൽ വേണം കേട്ടോ. നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിലാണ്, നല്ല വളങ്ങളും കറക്റ്റായിട്ടുള്ള വെള്ളപ്രയോഗമൊക്കെ കൊടുത്താലാണ് നന്നായിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്യുക. ഒരുപാട് പേര് പറയാറുണ്ട് ഇതിന് ഫ്ലവർ വരുന്നേ ഇല്ല. പക്ഷേ ചില വീട്ടിൽ പോകാൻ വെച്ചാൽ നല്ല ഫ്ലവേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ചട്ടിയിലല്ലാതെ നമുക്ക് നല്ല മണ്ണിൽ മുറ്റത്തും നടാം കേട്ടോ. നല്ല മണ്ണിൽ തന്നെ നടാം. അപ്പോൾ അത് അത്ര കെയർ വേണ്ട ശരിക്കും. ചട്ടിയിലാണെച്ചാൽ നമ്മൾ വേനൽക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2-3 ദിവസമൊക്കെ നനച്ചിട്ടില്ലെങ്കിൽ ഒരു വാട്ടം കാണാറുണ്ട് ഇലകൾക്കും ഒക്കെ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഞങ്ങളിവിടെ ഇപ്പോൾ നല്ല വെയിൽ കുറവാണ്, അതുകൊണ്ട് ഫ്ലവർ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. നമ്മൾ ബിഗിനിങ്ങിൽ കാണിച്ച പോലെ ആ ഒരു രീതിക്കൊക്കെ ഫ്ലവർ വരണമെങ്കിൽ നല്ല രീതിക്ക് ഇതിനെ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് വളങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്താലാണ് ഇതാക്കുക. ഇതിപ്പോൾ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അടിയിലുള്ള ഈ പുല്ലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഇടയ്ക്കൊന്ന് മേൽമണ്ണ് ഇളക്കി കൊടുത്ത് അതിനാവശ്യത്തിനുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ ശരിക്കും ചെടി വളർന്നു വരും കേട്ടോ. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ പ്രൂണൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിനടുത്തുള്ള വളങ്ങൾ എടുക്കാൻ മടിച്ചിട്ട് ഞാൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാറില്ല ഇടയ്ക്ക്. അപ്പോൾ ചെടി എന്താ വെച്ചാൽ ആ വെള്ളം മാത്രമല്ല അതിന് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗ്രോത്തേ അത് കാണിക്കുള്ളൂ. അപ്പോൾ എപ്പം നിങ്ങൾ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ കുറച്ച് വളം ചട്ടിക്ക് അനുസരിച്ചിട്ട് എത്രയാണോ ഒരു അരക്കപ്പോ ആ ചട്ടീൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് ചകിരിച്ചോറ് ഇടുന്നത് നല്ല കേട്ടോ. നമ്മൾ പോട്ടിംഗ് മിക്സിൽ പ്രത്യേക കെയർ ഒന്നും വേണ്ട. പോട്ടിംഗ് മിക്സ് സാധാരണ നമ്മൾ മണലും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അതിന് ഒരു ടൈം, അതായത് വളർച്ച മുരടിച്ച പോലെ നമുക്ക് തോന്നി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് വളങ്ങൾ ചേർത്ത് കൊടുക്കുക. മുരട്ട് കൊണ്ടിടരുത്, ജസ്റ്റ് ചുറ്റിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ആ ഒരു ഫെർട്ടിലൈസിങ്ങിൻ്റെ കാര്യം വരുന്നുള്ളൂ. ചട്ടിയിലൊക്കെ ആണെങ്കിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നേരെ മറിച്ച് നമ്മൾ സാധാരണ നമ്മൾ മണ്ണിൽ ഡയറക്റ്റ് നടുകയാണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. അതിൻ്റെ ഷേപ്പ് നിലനിർത്തണം എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ. അപ്പോൾ എൻ്റെത് അങ്ങനെ അത്ര നല്ല ഷേപ്പിലൊക്കെ ഒന്നും ആയിട്ടില്ല. നല്ല രീതിക്ക് അത് കട്ട് ചെയ്ത് നിലനിർത്തി എല്ലാ പ്രാവശ്യവും അപ്പം മഴേൻ്റെ മുന്നേയൊക്കെ ആയിട്ട് ഒന്ന് വെട്ടി നിർത്ത് കാണിച്ചാൽ പിന്നെ അത് നല്ല രീതിക്ക് ആ ഗ്രോത്ത് കാണിച്ചു തുടങ്ങും. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നനച്ചും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് വെയിലത്ത് നിൽക്കുന്ന ചെടികളാണ്. മാത്രമല്ല അതിന് കറക്റ്റായിട്ടുള്ള വളപ്രയോഗവും അതിൻ്റെ ഷേപ്പൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ചെടി അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഒരു ലോറ പെറ്റാലം നിങ്ങളുടെ വീട്ടിൽ വാങ്ങി നടുക. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ആൻഡ് ടേക്ക് കെയർ.